വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഓഫീസിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളിതാ നമ്മൾ വെള്ളിയാഴ്ച ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഓട്ടോ വിളിച്ച് നേരെ നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി മെട്രോയിൽ നിന്നാണ് നമ്മൾ നേരെ നമ്മളുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം തിരക്കാണ്. കാരണം ഫുൾ ജഗപോക തിരക്കാണ് ആ സമയത്ത്. ടിക്കറ്റ് എടുക്കാൻ തന്നെ വലിയ ക്യൂ ആയിരിക്കും. ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ ട്രെയിനിൽ സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന ട്രെയിനാണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല, സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ട്രെയിൻ വരുന്ന സമയത്ത് തന്നെ ഓടി ആണ് കേട്ടോ ട്രെയിനിൽ സീറ്റ് പിടിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മൾ സീറ്റ് കിട്ടി. നമ്മൾ ഒരു 12 മണി 1 മണി ആവുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് പിന്നെ ഇക്കന്നെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഞാനും ഇക്കയും കൂടെ പിന്നെ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞാലുള്ള എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് തട്ടി വിരിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് വേറെ ബെഡ്ഷീറ്റ് എടുത്ത് തട്ടി വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേണം നമ്മൾ ബാഗിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ലഗേജൊക്കെ മുഴുവൻ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. ഞാൻ മീഷോ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന് മുമ്പ് ഞാൻ നെസ്റ്റോന്നും ലുലുന്നൊക്കെ ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് അട്ടർ ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബെഡ്ഷീറ്റ് ഫ്ലോപ്പായപ്പോൾ ഞാൻ മീഷോന്ന് വെറുതെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ എക്സ്പെക്റ്റേഷനെ തിരുത്തി കളഞ്ഞു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ്. അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഞാനിതാ നമ്മളെ ബാഗിൽ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് പുറത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് കൊണ്ടുവരുന്ന സാധനം എന്ന് പറയുന്നത് ഡ്രസ്സാണ് കേട്ടോ. അവിടെ നമ്മൾ ഓഫീസിൽ ഒരുപാട് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുള്ള ഡ്രസ്സ്, അല്ലെങ്കിൽ അവിടുന്ന് ഞാൻ യൂസ് ആക്കിയിട്ട് അലക്കാനുള്ള ബെഡ്ഷീറ്റ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഞാൻ സ്ഥിരമായിട്ട് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. ബാഗ് കാണുമ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉള്ളതായിട്ട് തോന്നും. പക്ഷേ ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് 95% ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ഓരോ സാധനങ്ങളായിട്ട് പുറത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മളെ വരവിൽ ഒരു സ്പെഷ്യൽ സാധനം കൂടെ കയ്യിലുണ്ട്. ഇതാണ് അത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ കമ്പനീൻ്റെ ആനുവൽ ഗിഫ്റ്റാണ്. എല്ലാ എംപ്ലോയീസിനും ഒരു ആനുവൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രാവൽ ബാഗാണ്. ഈ ഒരു എന്താ പറയുക, നമ്മൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഈ ഒരു യാത്രയിൽ ശരിക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. അതെന്ന് പറയുന്നത് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള നല്ല ബാഗാണ്. അപ്പോൾ ഞാൻ ബാഗിൽ നിന്ന് അതെടുത്ത് വെക്കുന്ന സമയത്ത് ഇക്ക ഫ്രഷ് ആവുമായിരുന്നു. അപ്പോൾ ഇക്ക ഫ്രഷായി വന്നിട്ട് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിട്ട് അൺബോക്സ് ചെയ്യാമെന്ന് വെച്ചിട്ട് ബാഗ് അങ്ങനെ അൺബോക്സ് ചെയ്യാതെ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഞാനിതാ നമ്മൾ ഡ്രസ്സുകൾ ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോവും. പിന്നെ അതിന്ന് എനിക്ക് വേണ്ടത് മാത്രമേ തിരിച്ചതിന് നമ്മൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഞാൻ എന്താ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. വാഷ് ചെയ്യാനുള്ളത് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ഫ്രഷായി വന്നതിന് ശേഷം നമ്മളിതാ ഇനി ബാഗ് അൺബോക്സ് ചെയ്യാണ്. ഇതിൽ ഏകദേശം ഒരു 6-7 കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്പേസ് ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. സിബ്ബൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സിബ്ബാണ്, ലോക്കലൊന്നുമല്ല. പിന്നെ ഈ ഒരു ബാഗ് നമുക്ക് ബാക്ക് പാക്കായിട്ടും യൂസ് ചെയ്യാം, സ്ലിംഗ് ബാഗായിട്ടും യൂസ് ചെയ്യാം, ഹാൻഡ് ബാഗായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമ്മളെ ലാപ്ടോപ്പൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റിയുള്ള നല്ല ബാഗാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മളെ കമ്പനീൻ്റെ ലോഗോയും പേരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാഗിൻ്റെ മുകളിൽ. അങ്ങനെ എന്തായാലും ബാഗൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ വേഗം തന്നെ കിടന്നുറങ്ങാൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം ഓൾറെഡി ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് പിന്നെ നമ്മൾ എത്തുന്നത് തന്നെ 1 മണി ആ ഒരു സമയത്താണല്ലോ. അപ്പോൾ പിന്നെ വേഗം ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേഗം തന്നെ ഉറങ്ങുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പോകുന്നത് നേരെ എൻ്റെ വീട്ടിലേക്കാണ്. എല്ലാ പ്രാവശ്യം വരുമ്പോഴും എൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോവുക തിരിച്ചു വരിക അങ്ങനെയാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലൊന്ന് നിന്നിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിൽക്കാൻ പോവായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഇക്ക ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ഇക്കൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോയിട്ടുള്ളത് കണ്ണട ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളവിടെ സിസ്റ്റത്തിന് മുമ്പിൽ ഒരുപാട് സമയം ഇരിക്കുന്നതുകൊണ്ട് കണ്ണ്
കണ്ണും തലയും നല്ല പ്രശ്നമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ണട വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ണട ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ണട ഓർഡർ ചെയ്തിട്ട് പിന്നെ നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാനുണ്ടായിട്ടുണ്ടായിരുന്നത്. ഓഫീസിലേക്കും പോയി, ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കും പോയി. അപ്പോൾ ഞാൻ നമ്മളെ ഹോസ്റ്റലിനെ ഒരുപാടായിട്ട് ആഗ്രഹിക്കുന്ന ചെമ്മീൻ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെമ്മീനും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു പൂതിയും കൂടി വന്ന് വൈകുന്നേരം സമൂസ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കൂടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇനി ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സമൂസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാൻ സമൂസയും ചായ ആക്കുക എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ നിൽക്കുന്നത്. അങ്ങനെ ഞാനിതാ വേഗം സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമൂസ എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോട് ആ ഒരു ടൗൺ ഏരിയയിലുള്ള ആ ഒരു ചെറിയ സൈസിലുള്ള നല്ല ടേസ്റ്റിലുള്ള സമൂസയാണ്. ഈ ഒരു സമൂസൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഓൾറെഡി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു സമൂസ എൻ്റെ ബ്രദേഴ്സിനാണെങ്കിലും എൻ്റെ അനിയത്തിക്കാണെങ്കിലും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ അവരുടെ മൂന്നാളുടെയും കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സമൂസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനിതാ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉപ്പ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ പള്ളിയിൽ പോയി വരുമ്പോൾ എനിക്ക് കുറച്ച് സ്നാക്സ് എക്സ്ട്രാ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ഈ ഒരു സമൂസ റെഡിയായി ഞാൻ കഴിക്കുമ്പോഴേക്കും എന്തായാലും സന്ധ്യയാവും. അതുകൊണ്ടായിരിക്കണം ഉപ്പ വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഉപ്പയും കൂടി ഇരുന്നിട്ട് ഇനി അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് ഇനി ബാക്കി സമൂസൻ്റെ പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഉപ്പയും കൂടി ഇതാ കഥ പറഞ്ഞ് അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിക്കുന്നില്ല, വെള്ളം കുടിച്ച് സ്നാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങനെ ചായനോട് വലിയ അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ വെള്ളം കുടിച്ച് സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ നമ്മളുടെ സമൂസൻ്റെ ബാക്കി പണികൾ കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഓരോ കഥ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനുപ്പനെ ചെയർ ഇട്ടിട്ട് അടുക്കളയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഉപ്പൻ്റെ കഥയും കേൾക്കാൻ എൻ്റെ ജോലി ചെയ്യുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉപ്പ അവിടെ ഇരുന്ന് കഥ പറയുന്നുണ്ട്. ഞാനിങ്ങനെ സമൂസൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമൂസൻ്റെ പണികളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഞാൻ വേഗം തന്നെ ചെമ്മീൻ കട്ടാക്കി ക്ലീനാക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ചെമ്മീൻ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഉമ്മ വരുന്നതിൻ്റെ മുമ്പ് അത് ക്ലീൻ ആക്കണം. കാരണം ഉമ്മക്ക് ഈ ചെമ്മീൻ്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ ഉമ്മ വരുന്നതിൻ്റെ മുമ്പ് അത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ എനിക്ക് നല്ല വഴക്ക് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചെമ്മീൻ ക്ലീനാക്കി മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സമയമായപ്പോഴേക്ക് തന്നെ അത് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴേക്ക് തന്നെ ഉമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മ വന്നതിന് ശേഷം പിന്നെ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്ത് ചായ കുടിച്ച് പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിന്നറും കഴിച്ച് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഉമ്മനെയും ഉപ്പനെയും കൂട്ടിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകണം എന്നിങ്ങനെ വിചാരിക്കണം. പിന്നെ എൻ്റെ വരവും ആകെ 1-2 ദിവസത്തിനുള്ള വരവും പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ കാരണം പോകാനും കഴിയാറില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മനസ്സിൽ ആഗ്രഹിക്കുക എന്നല്ലാതെ നടക്കലില്ലായിരുന്നു. അപ്പം ഇപ്രാവശ്യം എന്തായാലും ഞാൻ രണ്ടാളെയും കൊണ്ട് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നട്ടപ്പാതിര സമയത്താണ് നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ അനിയത്തിയും രാത്രി ആയപ്പോഴേക്ക് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അനിയത്തിയും ഉമ്മയും ഇപ്പയും കൂടെ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് ബീച്ചിൽ വന്ന് നമ്മൾ കുറേ സമയം തിരയി നോക്കിയിരുന്ന് പിന്നെ അവിടുന്ന് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ച് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് വരുമ്പം കണ്ടിട്ടുള്ളൊരു കാഴ്ച ഇതാണ് കേട്ടോ. അനിയത്തിക്ക് പെട്ടെന്നൊരു ഓർഡർ കിട്ടി, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഹാമ്പറിൻ്റെ. അപ്പോൾ അവൾ അതിൻ്റെ പണികളിലാണ്. നമ്മളെ ഫാമിലിയിലെ ഏകദേശം എല്ലാ എൻഗേജ്മെൻ്റ് ആണെങ്കിലും വെഡ്ഡിങ്ങിനാണെങ്കിലും ഹാമ്പറിൻ്റെ മെയിനായിട്ടുള്ള ആളെന്ന് പറയുന്നത് അനിയത്തിയാണ് കേട്ടോ. അനിയത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ഹാമ്പർ സെറ്റാക്കണം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ പിന്നെ ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് വരുമ്പോഴേക്ക് എന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് ഇക്ക വീട്ടിലുണ്ട്. ഇന്നലെ രാത്രി ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് തന്നെ അമ്മ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്രയും വിഭവങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം ഞാൻ ഒരുപാട് നാളുകളായി ഇങ്ങനെ ഈ ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പം ലിവർ വരട്ടിയതും മുട്ടക്കറിയും ചിക്കൻ കറിയും ഒക്കെ കൂടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഉമ്മ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂളക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കെന്താ പറയുക ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ വയറ് നിറച്ച് കഴിച്ച് വയറും മനസ്സും നിറഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഭക്ഷണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം തന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്.
പിന്നെ താഴേക്ക് വന്നപ്പോഴാണ് നമ്മൾ ചെരുപ്പ് ഇന്നലെ ബീച്ചിൽ പോയിട്ട് ഫുള്ള് മണലായിട്ട് ഫുള്ള് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെയിലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് അനിയത്തി തിരിച്ച് അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. കാരണം അവൾക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അവൾക്കത് അതിന് പോകാനുള്ളത് കൊണ്ട് അവൾ തിരിച്ച് വേഗം തന്നെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധിച്ചതുമില്ല പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ എന്തായാലും ഒന്ന് തിരിച്ച് നേരെ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ അവളെ വെറുതെ അവളുടെ പ്രോഗ്രാം മുടക്കി ഞാനിവിടെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അവളെ പ്രോഗ്രാം മിസ്സാവും. പിന്നെ ഞാൻ എന്തായാലും പോവുകയും ചെയ്യില്ല. അപ്പോൾ എന്തായാലും അവൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അനിയത്തിയും മോളും പോയിട്ടുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത ഇനി മുറ്റൊക്കെ അടിച്ച് വാരി ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റത് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ എനിക്കിഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ളവർ നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അത് എങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്ത് ഭയങ്കര സന്തോഷമായി. ഞാൻ എത്രയാ ഭക്ഷണം കഴിച്ചതെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം അത്രയും ആർത്തിയോടെ ഇരുന്നു കേട്ടോ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മുറ്റൊക്കെ അടിച്ച് വാരി ക്ലീനാക്കി തിരിച്ച് വന്നപ്പോഴേക്കും അടുക്കളയൊക്കെ ഫുള്ള് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുക്കളയും ക്ലീനാക്കി കഴിഞ്ഞു, വീടും ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞ് അങ്ങനെ ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി വന്നിട്ട് ഇനി നേരെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ചെമ്മീൻ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ ഇത് അവിടെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെമ്മീൻ ഇത്രയും ക്വാണ്ടിറ്റി വാങ്ങിച്ചത് എനിക്ക് കുറച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ ഹോസ്റ്റലിൽ ഓൾറെഡി ചെമ്മീൻ ഇന്നേ വരെ കഴിക്കാത്ത ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ അവൾക്കും കൂടി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെമ്മീൻ കുറച്ചധികം ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് ഡിന്നറിന് ഇക്കൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പരിപ്പ് കറിയും പിന്നെ ചെമ്മീൻ ഫ്രൈയും പയറുപ്പേരിയും പപ്പടവും ചോറൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളിനി പാക്കിംഗ് ആണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്ന് 4 മണിൻ്റെ ട്രെയിനാണ് കേട്ടോ ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിതാ വേഗം ലഞ്ച് കഴിച്ചിട്ട് നേരെ ഇനി ഇക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഉമ്മ അതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വഴറ്റിയിട്ടുള്ള ഇലേൻ്റെ അകത്ത് ചെമ്മീനൊക്കെ പൊതിഞ്ഞ് നല്ലോണം പേപ്പറിലും കവറിലൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഉമ്മ രാവിലെ വരട്ടിയിട്ടുണ്ടായിരുന്ന ലിവർ വരട്ടിയതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൂളക്കറിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇക്കൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ഇനി ഇക്കൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി അവിടുന്ന് നേരെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വായിക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.